നമസ്കാരം, വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിർവാണ ഷട്കം എന്ന ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച സ്തോത്രകാവ്യം പരിചയപ്പെടാം. ഇതിൽ 6 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ നിർവാണ ഷട്കം എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഞാൻ ആരാണ്, ഈ ഈശ്വരൻ എന്നാൽ ആരാണ് എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകാം. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്നും ചിദാനന്ദരൂപനായ പരമാത്മാവാണ് എന്നും ഉള്ള ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറയുകയാണ്, ഞാൻ ആരൊക്കെ അല്ല എന്ന് ആദ്യം അറിയാം. അപ്പൊ ബാക്കി എന്താണോ അവശേഷിക്കുന്നത് അതായിരിക്കും ഈ ഞാൻ എന്ന് പറയുന്നത്. അതായത് പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മിൽ തന്നെ ഇരിക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ഒരു ബോധതലത്തിലേക്ക് വരുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഞാൻ എന്ന് പറയുന്നത് ബോധാനന്ദ രൂപനായിട്ടുള്ള പരമാത്മാവാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ നിർവാണ ഷട്കം എന്ന് പറഞ്ഞ സ്തോത്രം. നമുക്ക് വായിച്ച് അർത്ഥം പറയാം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഒന്നുമല്ല. ഞാൻ ചെവിയും നാക്കും മൂക്കും കണ്ണും ആകാശവും ഭൂമിയും തേജസ്സും വായുവും അല്ല. ഞാൻ ചിദാനന്ദരൂപനായ ശിവൻ മാത്രമാകുന്നു എന്നാണ്. അടുത്ത ശ്ലോകം. ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്ഥപായുശ്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതിൻ്റെ അർത്ഥം ഞാൻ പ്രാണനും പഞ്ചവായുക്കളും സപ്തധാതുക്കളും പഞ്ചകോശങ്ങളും വാക്ക് പാണി പാദം ഉപസ്ഥം പായു എന്നീ കർമ്മേന്ദ്രിയങ്ങളും അല്ല. ഞാൻ ചിദാനന്ദരൂപനായ ശിവൻ മാത്രമാണ്. ഇനി 3-ാമത്തെ ശ്ലോകം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എനിക്ക് ദ്വേഷമോ അനുരാഗമോ അത്യാഗ്രഹമോ മോഹമോ മതം മാത്സര്യം ഇത്യാദികളോ ധർമ്മ അർത്ഥ കാമ മോക്ഷമോ ഒന്നും ഇല്ല. ഞാൻ ചിദാനന്ദരൂപനായ ശിവൻ മാത്രമാണ്. അടുത്ത ശ്ലോകം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എനിക്ക് പുണ്യവും പാപവും സുഖദുഃഖങ്ങളും മന്ത്രവും തീർത്ഥവും വേദങ്ങളും യജ്ഞങ്ങളും ഒന്നും ഇല്ല. ഞാൻ ഭോജനവും ഭോജ്യവും ഭോക്താവുമല്ല. ഞാൻ ചിദാനന്ദരൂപനായ ശിവൻ മാത്രമാകുന്നു. അടുത്ത ശ്ലോകം.
ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അർത്ഥം: എനിക്ക് മരണവും സംശയവും ജാതിഭേദവും അച്ഛനും അമ്മയും ജന്മവും ബന്ധുവും മിത്രവും ഗുരുനാഥനും ശിഷ്യനും ഒന്നും ഇല്ല. ഞാൻ ചിദാനന്ദരൂപനായ ശിവൻ മാത്രമാകുന്നു. അടുത്ത ശ്ലോകം: അഹം നിർവികൽപി നിരാകാരരൂപി വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ നിർവികൽപ്പിയും എന്ന് വെച്ചാൽ സന്ദേഹമില്ലാത്തവനും നിരാകാരരൂപിയും ആകാരമില്ലാത്തവനും വിഭുത്വം കാരണമായി ഇന്ദ്രിയങ്ങളോടൊന്നും ബന്ധമില്ലാത്തവനും നിത്യമുക്തനും ചിദാനന്ദരൂപനുമായ ശിവൻ മാത്രമാകുന്നു.